അണ്ടിപ്പള്ളിക്കാവ് ബസ് സ്റ്റോപ്പിന് സമീപമുള്ള വളവിൽ NH-ന്റെ അധീനതയിൽപ്പെടുന്ന സ്ഥലത്ത് ഒരു തണൽ മരം ശിഖരങ്ങളോടുകൂടി അപകടാവസ്ഥയിൽ നിന്നിരുന്നു. ആ തണൽ മരത്തിന് സമീപം 11 kV ലൈനും 250 kV ട്രാൻസ്ഫോർമറിന് മുകളിലായിട്ടാണ് ഇതിൻ്റെ ശിഖരങ്ങൾ പടർന്ന് പന്തലിച്ചിരുന്നത്. സമീപ പ്രദേശത്ത് തന്നെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് ഭീഷണിയായിരുന്നു, സമീപത്തെ വീടുകൾക്കെല്ലാം ഭീഷണിയായിരുന്നു. ഹൈവേയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിലെ സമീപം ഈ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് അപകടങ്ങൾ നിരന്തരം സംഭവിച്ചിട്ടുണ്ട്. ജീവഹാനി സംഭവിക്കാതിരുന്നതോ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഇതിനെതിരെ ഈ തണൽ മരം മുറിച്ചു മാറ്റണമെന്നതിൻ്റെ ശിഖരങ്ങൾ ഒഴിവാക്കി തരണമെന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയോട് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് ഈ അതോറിറ്റിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും നിരന്തരമായ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രമഫലമായി ഇപ്പോൾ ഇതിൻ്റെ ശിഖരങ്ങൾ മാറ്റി മുറിക്കുന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സമീപ പ്രദേശത്ത് തന്നെയുള്ള HDPY ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ, അണ്ടിപ്പള്ളിക്കാവ് ബസ് സ്റ്റോപ്പിൽ നിരന്തരമായി വരുന്ന യാത്രികർ, NH-ലൂടെ കടന്നു പോകുന്ന എല്ലാ യാത്രികർക്കും ഭീഷണിയായി നിന്നിരുന്ന ഈ തണൽ മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും എറണാകുളം ജില്ലാ കളക്ടർക്കും ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തടി, ഈ തണൽ മരത്തിൻ്റെ തടി അവിടെ നിലനിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തടിയും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിൽ കടന്നു പോകുന്ന വണ്ടികൾ അടുത്തുള്ള സമീപ വീടുകളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള സാധ്യതയുണ്ട് എന്ന് അത് ആശങ്കയായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരും കാലത്ത് ഈ തടി ഒഴിവാക്കി അവിടെ ഒരു സൈഡ് വാൾ കെട്ടുകയും സൈൻ ബോർഡുകൾ വെക്കുകയും റിഫ്ലക്ടറുകൾ അടക്കം സ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കുന്ന നടപടിയിലേക്ക് NH അതോറിറ്റി നീങ്ങേണ്ടതാണ് എന്നും അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ്.